നല്ല ക്വാളിറ്റി ഉള്ള ട്യൂട്ടർ ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. കാരണം ട്യൂട്ടറിൽ നിങ്ങൾക്ക് അറിയാം ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് അതിൻ്റെ വില കൂടും. എന്നാൽ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ട്യൂട്ടറാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ റേറ്റ് ആദ്യം നോക്കാം. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 160 രൂപയാണ്. ഇതൊരു പേപ്പർ ട്യൂട്ടറാണ്. ക്വാളിറ്റി വൈസിൽ പേപ്പർ ട്യൂട്ടർ നമ്മളെ കമ്പയർ ടു നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന പീസോ ഇലക്ട്രിക് ട്യൂട്ടറിനെക്കാട്ടും വളരെ ബെറ്ററാണ് ക്വാളിറ്റി. മീൻസ് കമ്പയർ ടു നമ്മളെ പീസോ ഇലക്ട്രിക്സ് നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ആ പേപ്പർ ട്യൂട്ടറിൻ്റെ ആ ഒരു ക്വാളിറ്റി. നമുക്ക് നല്ലൊരു ഫീലായിരിക്കും ഇത്തരത്തിലുള്ള പേപ്പർ ട്യൂട്ടറുകൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുക. ഈ ഒരു ട്യൂട്ടർ എൻ്റെ കൈ കിട്ടുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. ഞാൻ കുറേ ആയി നല്ലൊരു ട്യൂട്ടർ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് തപ്പി നടക്കുന്നത്. അങ്ങനെയാണ് അവൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു സാധനം കിട്ടുന്നത്. നിങ്ങൾക്കറിയാം ഒരു സിൽക്ക് ഡോം ട്യൂട്ടറൊക്കെ വാങ്ങുകയാണെങ്കിൽ ബേസിക് മോഡൽ തന്നെ ഏകദേശം 700 രൂപീസിൻ്റെ മേലെ വരും. നല്ല ക്വാളിറ്റി ഉള്ള ട്യൂട്ടർ ആണെങ്കിൽ ബേസിക് മോഡലിന്. അങ്ങനെയാണ് ഈ ഒരു സാധനം കിട്ടുന്നത്. ചെക്ക് ചെയ്ത് നോക്കി, കിഡിലും സൗണ്ടാണ്, നല്ല ക്വാളിറ്റി ഉള്ള സുഖമുള്ളൊരു സൗണ്ടാണ് ഇതിന്. 4 ohms വരുന്ന ഈ ഒരു ട്യൂട്ടർ 20 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 100 വാട്ട്സിൻ്റെ ആംപ്ലി കണക്ട് ചെയ്യാം. 2.2 mF കപ്പാസിറ്ററോ 4 mF കപ്പാസിറ്ററൊക്കെ കണക്ട് ചെയ്താൽ. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ സൈസ് ഡയമീറ്റർ വരുന്നത് 2 ഇഞ്ചാണ് മെഷർ ചെയ്തപ്പോൾ. അപ്പം സൈസ് വളരെ കുറവാണ്. ഞാനിതിലൊരു 2.2 mF നോൺ പോളാർ കപ്പാസിറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പേപ്പർ കപ്പാസിറ്റർ അല്ല, നോർമൽ. എനിക്ക് തോന്നുന്നു ഇതിന് ഏകദേശം 5 രൂപ അത്രയേ ഉള്ളൂ. വളരെ ചീപ്പാണ് ഈ ഒരു നോൺ പോളാർ കപ്പാസിറ്റർ. പേപ്പർ കപ്പാസിറ്റർ ആണെങ്കിൽ 2.2 ഒക്കെ വരുമ്പം ഏകദേശം 40 രൂപീസ് അല്ലെങ്കിൽ 30 രൂപീസ് ആ റേഞ്ചിൽ വരും. ഞാൻ ജസ്റ്റ് ഇതൊരു സൈഡ് സ്പീക്കറിന് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ കപ്പാസിറ്ററാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് നോക്കാം. ഡയറക്റ്റ് കേൾക്കുന്ന അത്ര പെർഫെക്ഷൻ ഒന്നും എന്തായാലും ഉണ്ടാവില്ല റെക്കോർഡിങ്ങിൽ. എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം അതിൻ്റെ ക്വാളിറ്റി. ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലിന് ചുറ്റും അവർ റെഡ് കളറിൽ റൗണ്ടിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊളാരിറ്റി ഒന്നും മാറിപ്പോവില്ല. ജസ്റ്റ് അത് നോക്കി കണക്ട് ചെയ്താൽ മതി. 150 രൂപ കൊടുത്തിട്ട് വേണം നമുക്കൊരു നോർമൽ ഒരു പീസോ ഇലക്ട്രിക് ട്യൂട്ടർ വാങ്ങാൻ. അതാണെങ്കിൽ ഭയങ്കര ഈ ചിലപ്പ് പോലത്തെ സൗണ്ടാണ്. അതിനെക്കാട്ടൊക്കെ എത്ര ബെറ്ററാണ് ഈ ഒരു സാധനം. നല്ലൊരു കപ്പാസിറ്റർ, ഇത് നേരത്തെ കാണിച്ച പോലെ ഒരു നോൺ പോളാർ കപ്പാസിറ്റർ കൊടുത്തിട്ട് ഇത് കണക്ട് ചെയ്താൽ നല്ല വർക്കിംഗ് ആയിരിക്കും. നമ്മളെ കയ്യിൽ ഈ ഒരു സാധനം ഞാൻ കുറച്ചെണ്ണം ഒപ്പിച്ചിട്ടുണ്ട്. കാരണം എനിക്കത് പേഴ്സണൽ യൂസിന് കുറച്ച് ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മളിത് കൊറിയറായിട്ട് അയച്ചിരുന്നതായിരിക്കും. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാണാം. താങ്ക്